ഒരു സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്, അവൾ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാ? അവളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുമ്പോൾ. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും വലിയ ലോകത്തിൽ ദൈവം കൈമാറിയ അനുഗ്രഹം ബ്ലോക്കാക്കപ്പെട്ടു, തടയപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഈ കുടുംബം നീതിയോടെ നടക്കുന്ന കുടുംബമായിരുന്നു, ദൈവത്തോട് വിശ്വസ്തതയുള്ള കുടുംബമായിരുന്നു. ആമേൻ. എന്നിട്ടും ഇവിടെ ലൈഫിൽ ഇവരാഗ്രഹിച്ചൊരു നന്മ വന്നില്ല, ഇവരാഗ്രഹിച്ചൊരു അനുഗ്രഹം വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ. എന്നാൽ അബിയാക്കൂറിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഖരിയാവിന്, ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഇതാ സഖരിയാവിന് പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ അവന് നറുക്കു വീണു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ചില വ്യക്തികളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ. ഇതാ ചിലതിന് വേണ്ടി ചില നറുക്കുകൾ, ചില തിരഞ്ഞെടുപ്പുകൾ ദൈവത്താൽ, ചില തിരഞ്ഞെടുപ്പുകൾ ദൈവത്താൽ ചില നറുക്കുകൾ വീഴുകയോ. നീ നീതിയോടെ നടന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു നറുക്കു വീഴാൻ പോകുക. ആമേൻ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാ ഒരു നറുക്കവന് വീണു. ഇന്ന് പകൽ ആർക്കൊക്കെ വേണ്ടി ഒരു നറുക്ക് വീഴുകയാ. ശുശ്രൂഷയുടെ നറുക്കുകൾ, ശുശ്രൂഷയുടെ ചില നറുക്കുകൾ, ആർക്കൊക്കെ വേണ്ടി തിരഞ്ഞെടുപ്പുകൾ, ചില കോളിംഗ് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ കാലഘട്ടങ്ങൾ മറച്ചു വച്ചത്, ഇത് ആത്മാവിൽ ചില നറുക്കുകൾ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സഖരിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോ ജനം പുറത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഇന്നത്തെ കാലഘട്ടം പോലെ ജനത്തിനകത്ത് കയറി ആരാധിക്കാൻ കഴിയത്തില്ല. ജനം പുറത്ത് വെയിറ്റ് ചെയ്യണം. പുരോഹിതൻ ആരാധിക്കാൻ, പുരോഹിതൻ ഇതിനു വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യും, ശുശ്രൂഷകൾ ചെയ്യും. ആമേൻ. എന്നാൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത് മുതൽ അന്ന് കീറിയ തിരശ്ശീലയാണ്. എന്തിൻ്റെ തിരശ്ശീല? ഏത് നേരത്തും കർത്താവിനോട് അടുത്ത് ചെല്ലാൻ നമുക്കൊരു പ്രാഗൽഭ്യം വന്നു. എന്തിനു ശേഷം? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം. അതിനു മുന്നേ വരെ എങ്ങനെയായിരുന്നു? ജനം പുറത്ത് നിന്ന് ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ. ഈ ജനം പുറത്തു നിന്ന് ആരാധിക്കുമ്പോൾ സഖരിയാവ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ഇതാ ദൈവത്താൽ ഒരു ദൂതൻ വരികയാ, ദൂതൻ പ്രത്യക്ഷപ്പെടുകയാ. ആമേൻ. ഏകദേശം 400 വർഷത്തോളം ദൈവം മിണ്ടാതിരുന്നെടുത്ത് ഇതാ ദൈവത്തിന്റെ ദൂതമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാ. ഇന്ന് പകൽ അവൻ നീ ലേറ്റായെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ നീ ലേറ്റായെങ്കിൽ, നീതിയോടെ നീ നടന്നോ, വിശ്വസ്തയോടെ നീ നിന്നോ. ഹല്ലേലൂയ.
ദൈവ ശബ്ദം എൻകൗണ്ടറുകൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻകൗണ്ടറുകൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽ മടുത്തു പോകുന്നവരാകരുത്. ഇന്ന് പകൽ ദൈവത്തെ പിറുവിറുക്കുന്നവരാകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ എനിക്കൊരു വിടുതലും കിട്ടിയില്ല തിരിഞ്ഞോടുന്നവരാകരുത്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി നറുക്കു വീഴുന്ന ഒരു ദിവസമുണ്ട്. അവൻ നിനക്ക് വേണ്ടി നറുക്കു വീഴുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അത് മനുഷ്യന്റെ നറുക്കല്ല, അത് സ്വർഗം നിയോഗിക്കുന്ന, അത് സ്വർഗം കൈമാറുന്ന, അത് സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ നറുക്കുകൾ ഇന്ന് പകൽ ചിലതിനു വേണ്ടി ദൂതനെ മുഖാമുഖം കാണുക സക്കറിയാവ്. ആമേൻ. ദൂതനെ മുഖാമുഖം കാണുക സക്കറിയാവ്. ദൂതനെ മുഖാമുഖം കാണാൻ പറ്റുമോ? എളുപ്പമല്ല, എന്നാ പറ്റും. ആമേൻ. അത്ര പെട്ടെന്ന് എളുപ്പമല്ല, എന്നാ കാണാൻ പറ്റും. അവൻ സക്കറിയാവ് മുഖാമുഖം ദൈവത്തിന്റെ ദൂതനെ കണ്ടു. അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ശക്തമായ എൻകൗണ്ടറുകൾ ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മഹത്വം കാണും. എന്തിനു വേണ്ടിയ ദൂതൻ കടന്നു വരുന്നത്? നിങ്ങളെ ഭയപ്പെടുത്താനാണോ? അല്ല. ദൂതൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, സക്കറിയാവേ ഭയപ്പെടേണ്ട. ആമേൻ. സക്കറിയാവേ ഭയപ്പെടേണ്ട. അപ്പം ആമേൻ, ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പേടിക്കുന്നെങ്കിൽ ഇത് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്നല്ല. ആകുലപ്പെടുന്നെങ്കിൽ ദൈവത്തിൽ നിന്നല്ല. വിട്ടുകളാ, വിട്ടുകളാ, വിട്ടുകളാ. ഭാവിയെ ഓർത്തുള്ള ഭയങ്ങളെ വിട്ടുകളാ. ഇപ്പോൾ ഇവിടെ കളഞ്ഞിട്ട് പോ. സകല ചിന്താകുലോ എന്നെ മേൽ ഇട്ടുകൊള്ളുക. ഇട്ടിട്ട് പോ. ഇട്ടിട്ട് പോതേ. ഏറ്റെടുക്ക. വചനത്തെ ഒന്ന് ഏറ്റെടുക്ക. ഹല്ലേലൂയ. എൻ്റെ ഒരു സാക്ഷ്യം പോലെ ഞാൻ നിങ്ങളോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഞാൻ പറയട്ടെ, എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിലും ചെറിയ പ്രായത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ട്, എനിക്കറിയാം. പക്ഷെ 20ാമത്തെ വയസ്സ് വരെ എന്താ പറയുക, സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആമേൻ. എന്നാൽ 20ാമത്തെ വയസ്സ് പിതാവ് മരിക്കുന്ന സമയം മുതൽ കുടുംബത്തിൻ്റെ ഭാരം, ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റെടുത്തില്ല. എന്നാൽ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. ആമേൻ. വർഷങ്ങളോളം ജീവിക്കാൻ വരുമാനമില്ല. വർഷങ്ങളോളം. ആമേൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവം സാക്ഷിയായി പറയുകയും കാക്ക അയച്ച ദൈവം എന്നെ പോറ്റിക്കൊണ്ടിരുന്നത്. ആമേൻ. ദൈവം മാത്രം സാക്ഷിയാണ്. ഇന്നും അങ്ങനെ തന്നെയാ. ഇന്നും അങ്ങനെ തന്നെയാ. ഇന്നും അങ്ങനെ തന്നെയാ. ആമേൻ. ഞാൻ അനുഭവിക്കാത്ത സ്ട്രഗിളില്ല, ഞാൻ കടന്നു പോകാത്ത മേഖലകളില്ല. 20 വർഷത്തോളമാകുന്നു എനിക്കിന്ന് 38-39ാമത്തെ വയസ്സിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 19 വർഷമായി ഞാൻ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയാം. എന്നാൽ ദൈവം എന്നെ ഉയർത്തിയ കാലഘട്ടങ്ങൾ ഇതിനകത്ത് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നീണ്ട കാലഘട്ടം എന്തുകൊണ്ടാണ് ദൈവമേ, ഞാനൊരു ചോദ്യം ചോദിച്ചു എൻ്റെ ദൈവത്തോട്, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ? ആമേൻ. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞ ഈ വാക്ക് തന്നെയാ ആ കുടുംബത്തോട് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഇങ്ങനെ തന്നു. ഹല്ലേലൂയ. 40 40 40 40 40 40. ആമേൻ. എന്താ ഈ 40? ആദ്യത്തെ 40 കൊല്ലം മോശ ജീവിച്ചത് സമൃദ്ധിയിലാ, കൊട്ടാരത്തിലാ. ഹല്ലേലൂയ. മോശ ജീവിച്ചത് സമൃദ്ധിയിലാ, കൊട്ടാരത്തിലാ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത 40 കൊല്ലം ഇവന്റെ ലൈഫിനകത്ത് ശക്തമായ സ്ട്രഗിളിനകത്തൂടെ ഇവൻ കടന്നു പോകുകയാ. ഹല്ലേലൂയ. സകലരും സകലതും ഇവനെതിരായി നിൽക്കുമ്പോൾ, ഇവൻ ചെയ്യുന്നതൊക്കെ ഈ കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്നോട് പറഞ്ഞ ഒറ്റൊരു കാര്യം ഇങ്ങനെയാ,
ഞാൻ നിന്നെ പ്രിപ്പയർ ചെയ്യുക. ഹല്ലേലൂയ. അടുത്തൊരു കാലഘട്ടം നിനക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ദൈവത്തിന്റെ മറുപടി എന്നോട്. അടുത്തൊരു കാലഘട്ടം നിനക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനത്തെ ദൈവത്തോട് കണക്ട് ആക്കോ. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലപ്പോഴും എന്റെ വേട്ടപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പരാജയമല്ലേ എന്ന്. എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നീ ചെയ്യുന്നതൊക്കെ ഒരു പരാജയത്തിനല്ലേ എന്ന്. ആമേൻ. ദൈവം എന്നോട് പറഞ്ഞതാ, ഇനി നീ അങ്ങനെ പറയരുത്. ഇത് പ്രിപ്പറേഷൻ ആണ്, ഇത് പ്രിപ്പറേഷൻ ആണ്. ഇന്ന് പകൽ ഓൺലൈനിൽ കാണുന്ന ചില ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് നിന്റെ പ്രിപ്പറേഷന്റെ കാലഘട്ടമോ. ആമേൻ. ഹല്ലേലൂയ. അടുത്തൊരു കാലഘട്ടം നിനക്ക് വേണ്ടി ഉണ്ട്. ഒരു എൻകൗണ്ടർ, ഒരു എൻകൗണ്ടർ, ഒരു ഹോളി. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില ചോദ്യങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ ചില പരാജയങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഒരു കാലഘട്ടം ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കാകുന്ന ഒരു സമയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തൊരു കാലഘട്ടം വരും. ഇന്ന് പകൽ ഓർത്തോ. ആമേൻ. ഇന്ന് പകൽ ഓർത്തോ. ആമേൻ. ഇത് നിന്റെ പരാജയമല്ല, ഇത് നിന്റെ വിജയത്തിലേക്ക് നിന്നെ എത്തിക്കാൻ ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുക. ഹല്ലേലൂയ. ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുക. ഓരോ ദിവസവും പ്രതിസന്ധിയുടെ കാഠിന്യം കൂടി വരുമ്പോ, ആമേൻ, ഹല്ലേലൂയ, ഓരോ ദിവസവും പ്രശ്നത്തിന്റെ കാഠിന്യങ്ങൾ കൂടി വരുമ്പോ, ഇതാ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഓരോ ദിവസവും ആമേൻ തീച്ചൂളകളുടെ ചൂട് കൂടി വരുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഒരുവൻ തീച്ചൂളക്കകത്ത്, ഒരുവൻ തീച്ചൂളക്കകത്ത് ഇറങ്ങി വരോ. ഞാൻ ചോദിച്ചൊരു ചോദ്യമാ, ദൈവമേ എത്ര വർഷമായി, എന്തുകൊണ്ടാ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫിലേക്ക് എൻ്റെ ലൈഫ് കടന്നു പോകാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ച ആ ഒരു തലത്തിലേക്ക് എനിക്ക് കയറാൻ കഴിയാത്തത്? ഹല്ലേലൂയ. മോശെ നീ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താല, എന്നാൽ ഒരു പ്രിപ്പറേഷൻ ടൈമിലേക്ക്, ഒരു പ്രോസസ്സിനകത്തൂടെ നീ കയറിപ്പോണം. നീ ഒറ്റപ്പെടുന്ന സമയങ്ങളിലോ നിനക്ക് വേണ്ടി എൻകൗണ്ടറുകൾ, ഇന്ന് പകൽ ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. ദൂതൻ വന്ന് പറഞ്ഞു, സക്കറിയാവേ കുറെ നാളായില്ലടാ, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. ആമേൻ. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താന്നിരിക്കുക. നമ്മളെ സഹായിപ്പാൻ ആരും ഉണ്ടാകില്ല. എന്നാൽ സ്വർഗമുണ്ടെന്ന ബോധ്യം ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാനേത് ചങ്കടലിലേക്ക് കടക്കും, ഞാനേത് കടലിൽ പോയാലും മുങ്ങാതെ ഞാൻ അതിന്മേൽ ചവിട്ടി നടക്കും. ഞാനിത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും ഞാൻ അതിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഏത് കാരാഗ്രഹത്തിൽ നിന്നെ അടച്ചാലും ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കാരാഗ്രഹത്തിനകത്ത് നിൽക്കുന്ന അവസ്ഥകളിൽ നിന്നും ആമേൻ നിനക്കൊന്ന് പുറത്തു വരാൻ കഴിയാതെ, സ്വാതന്ത്ര്യമില്ലാതെ ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ ദൂതനിറങ്ങി പൊളിക്കുന്നു. ദൂതനിറങ്ങി ചില ചങ്ങലകൾ
ഇതുപോലെ എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എനിക്ക് വേണ്ടി എൻകൗണ്ടർ സംഭവിക്കണം. Hallelujah. Amen. ആമേൻ. എനിക്ക് വേണ്ടി എൻകൗണ്ടർ സംഭവിക്കണം. Amen. കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ പൊളിയട്ടെ. Hallelujah. Yes. കാരാഗ്രഹത്തിന്റെ അവസ്ഥകൾ പൊളിയട്ടെ. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറത്തു വരാനിരിക്കുന്ന സന്തതി ചെറുതല്ല, ചെറുതല്ല, ചെറുതല്ല. പുറത്തു വരാനുള്ള വാഗ്ദത്തം ചെറുതല്ല, പുറത്തു വരാനുള്ള വാഗ്ദത്തം ചെറുതല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ഓർമ്മ വേണം. സഖരിയാവേ, എലിശബത്ത്, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞെങ്കിൽ നീ ഒന്ന് ഓർത്തോണം. പുറത്തു വരാൻ പോകുന്നത് മശിഹായ്ക്ക് വഴിതെളിക്കാൻ അവൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടി നിന്റെ ഉദരത്തിൽ നിന്നൊരു ആത്മാവോടുകൂടി നിന്റെ ഉദരത്തിൽ നിന്ന് ചിലത് പുറത്തു വരോ. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് ചിലത് പുറത്തു വരോ. Amen. ആമേൻ. Hallelujah.